ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ആദ്യമേ തന്നെ ആഗതമാകുന്ന തിരുപ്പിറവിയുടെ സന്തോഷവും മംഗളങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും നേരുകയാണ്. ഉണ്ണീശോ നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈ മംഗളവാർത്താ കാലത്തിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ഈശോയുടെ തിരുപ്പിറവിക്കായിട്ടൊരുങ്ങുന്ന വലിയ സദ്വാർത്തയുടെ സന്തോഷ വാർത്തയുടെ ധ്യാനങ്ങൾ നമ്മൾ ഓരോ ദിവസവും ഓരോ ഞായറാഴ്ചയും നടത്തി. ആദ്യത്തെ ഞായറാഴ്ചയിൽ സക്കറിയ എലിസബത്ത് ദമ്പതിമാരുടെ ജീവിതത്തിലേക്ക് അസാധ്യമെന്ന് കരുതുന്ന പലതിനെയും സാധ്യമാക്കിക്കൊണ്ട് ദൈവം ഇടപെടുന്ന ദൈവീക പദ്ധതിയുടെ വെളിപ്പെടുത്തൽ നമ്മൾ ധ്യാന വിഷയമാക്കി. രണ്ടാമത്തെ ഞായറാഴ്ചയിലെ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നമ്മൾ ധ്യാന വിചിന്തനം ചെയ്തു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് സമ്പൂർണമായി പരിശുദ്ധ അമ്മ സമർപ്പിച്ചപ്പോൾ, തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ദൈവപുത്രൻ്റെ അമ്മയായി മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ, സ്നാപക യോഹന്നാൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓരോ മനുഷ്യൻ്റെയും ജനനമെന്ന് പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ജന്മമെന്ന് പറയുന്നത് അത് എത്രയോ അനുഗ്രഹീതമാണെന്ന് തിരുസഭ നമ്മളെ ഓർമ്മപ്പെടുത്തി മൂന്നാമത്തെ ഞായറാഴ്ചയുടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് ഈ നാലാമത്തെ മംഗളവാർത്താ കാലത്തിൻ്റെ ഞായറാഴ്ചയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ച് ധ്യാന വിഷയമാക്കാൻ തിരുപ്പിറവിക്ക് മുമ്പ് തന്നെ തിരുസഭ മാതാവ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ നിയമത്തിൻ്റെ ആധ്യാത്മികത യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പേ തന്നെ ജീവിച്ച ഒരു വിശുദ്ധാത്മാവാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. മത്തായിയുടെ സുവിശേഷത്തിൽ 2 പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ച് പറഞ്ഞു വെക്കുക. ഒന്നാമതായിട്ട് വിശുദ്ധ യൗസേപ്പ് നീതിമാനായിരുന്നു എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് തൻ്റെ ഭാര്യയെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിയായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവ് എന്നുള്ളതാണ് നമ്മൾ മത്തായി സുവിശേഷത്തിലൂടെ കണ്ടുമുട്ടുക. പ്രിയപ്പെട്ടവരെ, യഹൂദ നിയമമനുസരിച്ച്, യഹൂദ പാരമ്പര്യമനുസരിച്ച് നിയമം അണുവിടാതെ പാലിക്കുന്നവരെയാണ് നീതിമാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുക. പക്ഷേ ഒരു വിവാഹ സമ്മതത്തിന് ശേഷം ഭാര്യാഭർത്താക്കന്മാരായിട്ടാണ് പുരുഷനെയും സ്ത്രീയെയും യഹൂദ നിയമമനുസരിച്ച് കരുതിയിരുന്നത്. അങ്ങനെയെങ്കിൽ വിവാഹ വാഗ്ദാനത്തിന് ശേഷമുള്ള അവരുടെ വിവാഹേതര ബന്ധങ്ങളെല്ലാം വ്യഭിചാരമായിട്ട് കണക്കാക്കിയിരുന്നു യഹൂദ നിയമപ്രകാരം. അങ്ങനെയെങ്കിൽ പരിശുദ്ധ കന്യകാമറിയം അവർ സഹവസിക്കുന്നതിന് മുമ്പേ ഗർഭിണിയായി കാണപ്പെട്ടെങ്കിൽ അത് വ്യഭിചാര കുറ്റത്തിന് തുല്യമാണ്. വ്യഭിചാര കുറ്റത്തിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് പഴയ നിയമത്തിൽ പ്രത്യേകമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണമെന്നുള്ള ശിക്ഷയാണ് നൽകുക. വിശുദ്ധ യൗസേപ്പ് പിതാവ് പരിശുദ്ധ കന്യകാമറിയത്തിനെ ഇങ്ങനൊരു വ്യഭിചാര കുറ്റം ചുമത്തി കല്ലെറിഞ്ഞു കൊല്ലപ്പെടാനായിട്ട് അനുവദിക്കുന്നില്ല. മറിച്ച് നിയമാനുഷ്ഠാനത്തിന് പകരം മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവീക കരുണ എത്രമാത്രം ഉണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമായിട്ട് വിശുദ്ധ യൗസേപ്പ് പിതാവ് മാറ്റപ്പെടുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൻ്റെ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൃത്യമായ നിയമാനുഷ്ഠാനങ്ങളെക്കാൾ ഉപരിയായി ദൈവീക കരുണയെ ധ്യാനിച്ചുകൊണ്ട് മനുഷ്യൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ ഓരോരുത്തരും വില നൽകണമെന്നുള്ള വലിയ സുവിശേഷമാണ് ഈ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ ആധ്യാത്മികതയായിട്ട് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അനുദിന ജീവിതത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ മാതൃകയാക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥതയോടെ പരിശ്രമിക്കാം. അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരോട് കരുണയോടെ പ്രവർത്തിക്കാൻ, ജീവിത പങ്കാളിയോട് കരുണയോടെ പ്രവർത്തിക്കാനായിട്ട്, കരുണയോടെ സ്നേഹിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നീതിയുടെ കാരണമെന്ന് പറഞ്ഞാൽ അവൻ തൻ്റെ ഭാര്യയെ അപമാനിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ നീതിയുടെ കാരണമെന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ യൗസേപ്പ് പിതാവ് തൻ്റെ ഭാര്യയെ അപമാനിക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള വലിയ വചനം തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളും നമ്മുടെയൊക്കെ കുടുംബങ്ങളും തിരുക്കുടുംബങ്ങളാക്കി മാറ്റപ്പെടാനായിട്ട് കാരണമായി തീരുന്നതും.
തൻ്റെ ഭാര്യയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അവളെ വിചാരണ ചെയ്ത് കുറ്റം വിധിച്ച് ശിക്ഷ നൽകാനായിട്ടുള്ള തക്കതായിട്ടുള്ള കുറ്റമുണ്ടായിരുന്നെങ്കിലും തൻ്റെ ഭാര്യ താൻ മൂലം ഒരിക്കലും തൻ്റെ ജീവിത പങ്കാളി വേദനിക്കാൻ ഇടയാകില്ല, ഒരു തുള്ളി കണ്ണുനീര് പോലും തൻ്റെ ജീവിത പങ്കാളിയുടെ താൻ മൂലം വീഴരുതെന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് പുതിയ നിയമത്തിൻ്റെ ആധ്യാത്മികതയായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം എന്ന് പറയുക. പ്രിയപ്പെട്ടവർ, അങ്ങനെ ദമ്പതിമാർ ഓരോരുത്തരും തങ്ങളുടെ ജീവിത പങ്കാളിമാരുടെ ഒരു തുള്ളു കണ്ണീര് പോലും താൻ മൂലം വീഴരുതെന്ന് ജീവിതത്തിൽ യാഥാർത്ഥ്യബോധത്തോടെ അനുസ്മരിക്കുമ്പോൾ ഓരോ കുടുംബങ്ങളും തിരുക്കുടുംബങ്ങളായി മാറ്റപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതവും നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കി മാറ്റാൻ പരസ്പരമുള്ള സഹവർത്തിത്വത്തിലൂടെ, സ്നേഹത്തിലൂടെ, കരുണയുള്ള സഹായത്തിലൂടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാമെന്ന് പ്രത്യേകമായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. അവസാനമായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ചിന്ത ഇപ്രകാരം പൂർത്തീകരിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു എന്നാണ് സുവിശേഷം നമുക്ക് മുമ്പിൽ പറഞ്ഞു വെക്കുക. പ്രിയപ്പെട്ടവരെ, ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ വലിയ ചിന്തയിലേക്ക് നമ്മളെ നയിക്കും. ആദം നിദ്രയിൽ നിന്നുണർന്ന് ഹവ്വയെ സ്വീകരിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഏറെ ചിന്തനീയമായി ധ്യാനിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പക്ഷേ ആദം നിദ്രയിൽ നിന്ന് ഉണർന്ന് ഹവ്വയെ സ്വീകരിച്ചത് പാപത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരുന്നെങ്കിൽ വിശുദ്ധ ഔസേപ്പിതാവ് നിദ്രയിൽ നിന്നുണർന്ന് രണ്ടാം ഹവ്വയായ പരിശുദ്ധ കന്യകാമറിയത്തെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് അത് രക്ഷയിലേക്കുള്ള ഒരു നടന്നെടുക്കലായിരുന്നു എന്നുള്ളത് ചരിത്രം സമ്മാനിക്കുന്ന ഒരു സാക്ഷ്യമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവ് സമ്പൂർണമായിട്ട് തൻ്റെ ഹിതത്തെക്കാൾ ഉപരി ദൈവഹിതത്തിന് സമർപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. തൻ്റെ ജീവിതത്തെ മുഴുവനും സമർപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. ഇങ്ങനെ സമ്പൂർണമായി ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കണമെങ്കിൽ അതിന് ആഴമേറിയ വിശ്വാസവും നിസ്സീമമായ എളിമയും അത് അഗാധമായി ദൈവസ്നേഹമുള്ളവർക്ക് മാത്രമേ സാധ്യമാകൂ എന്ന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവ തിരുമനസ്സിനോട് വിധേയപ്പെട്ട, എളിമയോടെ വിധേയപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവ് നമ്മുടെ ജീവിതത്തിലും ഏറെ ധ്യാന വിഷയമാകേണ്ട, ഒരു വെല്ലുവിളിയാകേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. പ്രിയപ്പെട്ടവരതുകൊണ്ട് ദൈവ തിരുമനസ്സിന് എളിമയോടെ വിധേയപ്പെടാൻ, വിശ്വാസത്തോടെ വിധേയപ്പെടാൻ, സ്നേഹത്തോടെ വിധേയപ്പെടാൻ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതം നമുക്കെന്നും മാതൃകയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ കരുണയുടെ ഒരു ഭാവം സ്വന്തമാക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥതയോടെ പരിശ്രമിക്കാം. നിയമത്തിൻ്റെ അനുസരണത്തെക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവരുടെ മഹത്വം പ്രകീർത്തിക്കാനായിട്ട്, ദൈവ കരുണയെ സ്വന്തമാക്കാനായിട്ട്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതം നമ്മളെ സഹായിക്കട്ടെ. ഒപ്പം തന്നെ ജീവിത പങ്കാളിയെ ഒരിക്കലും വിഷമിപ്പിക്കാതെ, ഒരു തുള്ളു കണ്ണീര് പോലും ജീവിത പങ്കാളിയുടെ വീഴിക്കാതെ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ തിരുക്കുടുംബങ്ങളാക്കി മാറ്റാൻ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് ഓരോരുത്തർക്കും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സമ്പൂർണമായിട്ട് ദൈവഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് രണ്ടാം ഹവ്വയെ ജീവിതത്തിൽ സ്വീകരിച്ച വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ രക്ഷയിലേക്ക് നടന്നെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപയരുളട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. തിരുപ്പിറവിക്ക് വേണ്ടി നമുക്ക് ഏറ്റവും ആത്മാർത്ഥതയോടെ ഈ ധന്യപിതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങാം. ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.